തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന് ശരിയായ ചികിത്സ നൽകിയില്ലെന്ന പരാതിയിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ തെളിവെടുപ്പ് ഇന്ന്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴിയെടുക്കും. ദിക്ഷലിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും കുട്ടിക്ക് പാമ്പുകടിയേറ്റ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ലെന്നുമാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ വാദം. ദിക്ഷലിന് പാമ്പുകടിയേറ്റതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ അറിയിച്ചിട്ടും അത് തിരിച്ചറിയാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ലെന്നും ആന്റിവെനം നൽകിയില്ലെന്നുമാണ് പരാതി. ജില്ലയിലെ ആശുപത്രി സൂപ്രണ്ടുമാരുടെ യോഗവും DMO വിളിച്ചിട്ടുണ്ട്. പാമ്പുകടി ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്നും ആന്റിവെനം നൽകുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്നും കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് ഡയറക്ടർ DMOമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും ചിറയൻകീഴിൽ മരിച്ച 8 വയസ്സുകാരന് മതിയായ ചികിത്സ നൽകിയില്ല എന്ന പരാതി ഈ ഒരു കുട്ടിയുടെ മരണത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്നു. കുട്ടിയുടെ കുടുംബം ഈ ഒരു പരാതി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ തെളിവെടുപ്പ് ഇന്ന് നടക്കും. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴിയെടുക്കും. ദിക്ഷലിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും കുട്ടിക്ക് പാമ്പുകടിയേറ്റ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുമാണ് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയുടെ വാദമുള്ളത്. ദിക്ഷലിന് പാമ്പുകടിയേറ്റതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടി അറിയിച്ചിട്ടും അത് തിരിച്ചറിയാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല എന്നും ആന്റിവെനം നൽകിയില്ല എന്നുമാണ് കുടുംബത്തിന്റെ പരാതി. ജില്ലയിലെ ആശുപത്രി സൂപ്രണ്ടുമാരുടെ യോഗവും DMO വിളിച്ചിട്ടുണ്ട്. പാമ്പുകടി ലക്ഷണങ്ങൾ തിരിച്ചറിയാതെ പോകരുതെന്നും ആന്റിവെനം നൽകുന്നതിൽ കാലതാമസം ഉണ്ടാകരുതെന്നും കഴിഞ്ഞ ദിവസം ആരോഗ്യ വകുപ്പ് ഡയറക്ടർ DMOമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു.